നമസ്കാരം. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ പ്രാഥമികമായ അവകാശങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഉൾപ്പെടെ ഉള്ള അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരവകാശമാണ് യുവജനങ്ങളെ സംബന്ധിച്ച് സുതാര്യമായ സുശക്തമായ വിദ്യാഭ്യാസ സമ്പ്രദായവും പരീക്ഷാ സമ്പ്രദായവും. ഭാവി രാഷ്ട്രം എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുക ചെറുപ്പക്കാരെയാണ്. കടന്നു പോകുന്ന ഒരു തലമുറ, വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന തലമുറ, സ്വന്തം അനുഭവങ്ങൾ, സ്വന്തം പാഠങ്ങൾ, സ്വന്തം പരീക്ഷണങ്ങൾ എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അരങ്ങൊഴിയുമ്പോൾ ആ അരങ്ങിലേക്ക് ശക്തമായ മനസ്സോടെ, ശക്തമായ ശരീരത്തോടെ, ശക്തമായ ഭാവങ്ങളോടെ, ഭാവനകളിലൂടെ, വിജ്ഞാനത്തിലൂടെ കടന്നു വന്ന് പദവി കൈയടക്കേണ്ട, ഉള്ളടക്കേണ്ട യുവതലമുറയ്ക്ക് ഏറ്റവും സുതാര്യമായ വിദ്യാഭ്യാസം, ഏറ്റവും സുശക്തമായ പരീക്ഷാ സമ്പ്രദായം നൽകി പരിപാലിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളിലൊന്നാണ്. മുൻകാലങ്ങളിൽ ഏറ്റവും അധികം ശക്തമായി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കുന്നതിന് മുൻ പ്രധാനമന്ത്രിമാർ എടുത്തിട്ടുള്ള ശക്തമായ നടപടികളെ ഇപ്പോൾ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. പരീക്ഷാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തെ, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തെ, സാങ്കേതിക വിദ്യാഭ്യാസത്തെ എല്ലാം പുനർവൽക്കരിച്ചുകൊണ്ട്, പുനരാവിഷ്കരിച്ചുകൊണ്ട് സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയ രാജീവ് ഗാന്ധിയെ നന്ദിയോടെ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. ശ്രീ രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ പിന്നീട് വലിയ തോതിൽ നമുക്ക് സാമൂഹിക പരിഷ്കരണത്തിന് കാരണമായിട്ടുണ്ട്. കമ്പ്യൂട്ടർ പോലെയുള്ള മൊബൈൽ ഫോണുകൾ പോലെയുള്ള സാങ്കേതിക വിദ്യ, അത് ശ്രീ രാജീവ് ഗാന്ധി ആവിഷ്കരിച്ച കാലത്ത് എതിർത്തു പറഞ്ഞവർ ഇന്ന് ആ സാങ്കേതിക വിദ്യയിലൂടെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടുന്നതിന് യുവതലമുറയെ പര്യാപ്തമാക്കിയത് എന്നുള്ള വസ്തുത കൂടെ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർമ്മിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു, +1 കഴിഞ്ഞു, +2 കഴിഞ്ഞ് എന്തൊരു മാനസിക വൈകാരിക സംഘർഷത്തിലൂടെയാണ് മാതാപിതാക്കളും ഈ കൗമാരം കടന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളും കടന്നു പോകുന്നത്. ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി കുട്ടികളെ പ്ലേ സ്കൂൾ മുതൽ LKG മുതൽ UKG മുതൽ 10ാം ക്ലാസ് വരെ, പിന്നെ +2 വരെ, അവിടെ നിന്ന് അങ്ങോട്ട് പ്രൊഫഷണൽ കോളേജിലേക്ക് എത്തിക്കുന്നതിന് 10-30 വർഷങ്ങളോളം അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ ക്ലേശം, അവരുടെ കണ്ണുനീര്, അവരുടെ വിയർപ്പ്, അവരുടെ കാത്തിരിപ്പ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ സ്വപ്നങ്ങൾ, മോഹങ്ങൾ, ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ ഫലമണിയേണ്ട സമയത്ത് 24 ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഇന്ന് അനിശ്ചിതാവസ്ഥയിൽ, അരക്ഷിതാവസ്ഥയിൽ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ മൂലം അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നത്. എത്രയോ വർഷത്തെ അധ്വാനമാണ്, എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ്, എത്രയോ വർഷത്തെ പ്രാർത്ഥനയാണ്, എത്രയോ രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ്, എത്രയോ സമയത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ്, എത്രയോ ഊർജമാണ് ഉപയോഗിച്ചത്. സംസ്ഥാന മെഷീനറി, കേന്ദ്ര മെഷീനറി, കുടുംബത്തിലെ ചട്ടവട്ടങ്ങൾ, ചിട്ടകൾ, അങ്ങനെ രാജ്യത്തിൻ്റെ ആബാലവൃദ്ധം ജനങ്ങളെയും ബാധിക്കത്തക്ക രീതിയിൽ കുട്ടികളുടെ ഭാവിയെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളി നീക്കുന്ന രീതിയിൽ കുറേ കുൽസിത പ്രവർത്തകരുടെ, കുറേ ചതിക്കുന്ന മനസാക്ഷിയുള്ളവരുടെ കുൽസിത പ്രവർത്തനങ്ങളിലും ചതിക്കുന്ന ഭാവങ്ങളിലും തന്ത്രങ്ങളിലും ഈ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ളവയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു യുവതലമുറയിലെ വഴിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ശക്തമായി അപലപിക്കുകയാണ്. പാർലമെൻറ്റിൽ ഇന്ന് ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ശക്തമായ പ്രതിപക്ഷമുണ്ട്. മുൻകാലങ്ങളിൽ അവർക്ക് ഉറക്കെ പറയാൻ കഴിയില്ലായിരുന്നു. ഉറക്കെ പറയുന്നവരെ സസ്പെൻഡ് ചെയ്തും സഭയിൽ നിന്ന് പുറത്താക്കിയും അങ്ങനെ എന്തെല്ലാം തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വളച്ചൊടിക്കാനും അടിച്ചമർത്താനും കഴിയുമോ, എന്തെല്ലാം രീതിയിൽ ഭരണഘടന നൽകിയ സംസാര സ്വാതന്ത്ര്യത്തെ തകർക്കാൻ കഴിയുമോ, ഉറക്കെ പറയാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാവോ, അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഒരു പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയതിൻ്റെ കൂടെ പരിണിത ഫലമാണ് ഇന്ന് ശക്തമായ ഒരു പ്രതിപക്ഷം ജനം തെരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ചു എന്നുള്ളത്. ഇന്നലെ മനോഹരമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും സത്യപ്രതിജ്ഞ
ജനം കണ്ടു, ലോകം കണ്ടു. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും പാലിക്കുന്നതിന് ഫേവറോ ഫിയറോ ഇല്ലാതെ, ഭയമോ സ്വജന പക്ഷാഭേദമോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തികൾ സ്വന്തം വാഗ്ദാനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ നീറ്റ് പ്രശ്നത്തിൽ, ഈ നിയമധംസന പ്രശ്നത്തിൽ ശിശുക്കളുടെ ഭാവി അരക്ഷിതവും അവരുടെ ഭാവിക്ക് ആശങ്കാകുലമായ രീതിയിൽ വൈകാരിക സമ്മർദ്ദത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്ത സാഹചര്യം ആത്മഹത്യകളിലേക്കും കൊലപാതകങ്ങളിലേക്കും മയക്കുമരുന്നിലേക്കും നിരാശയിലേക്കും ഒക്കെ ശിശുക്കൾ വഴിമാറി പോകാതിരിക്കുന്നതിനു വേണ്ടി നാളത്തെ ഭാരതത്തിൻ്റെ, നാളത്തെ രാജ്യത്തിൻ്റെ സർവതോമുഖമായ കെട്ടുറപ്പിനും ഐശ്വര്യത്തിനും പുരോഗതിക്കും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഈ യുവജന വിഭാഗത്തിൻ്റെ ചിന്തകൾ, വികാരങ്ങൾ, ഭാവനകൾ, അവരുടെ കഴിവുകൾ, അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എന്നിങ്ങനെ രാജ്യത്തിൻ്റെ സർവതോമുഖമായ മേഖലകൾ, കാർഷികം, വ്യവസായം, മെഡിസിൻ, വൈദ്യപഠനം, എൻജിനീയറിംഗ്, ആണവ പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള എല്ലാ പരീക്ഷണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വിദ്യ നൽകി ശിശുക്കളെ പരിപാലിച്ചു കൊണ്ടുവരുന്നതിന് അവരെ അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷകളിലെ ഇത്തരം കുതന്ത്രങ്ങളും ക്രിമിനൽ നടപടികളും, ഇതിനെ ക്രിമിനൽ നടപടികൾ എന്ന് തന്നെയാണ് വിവക്ഷിക്കേണ്ടത്, ഇത്തരം ക്രിമിനൽ നടപടികളും ഇല്ലായ്മ ചെയ്യുന്നതിന് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സമരമുറകളിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട്, ഉചിതമായ തീരുമാനമെടുത്തുകൊണ്ട് കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതിനും ജനങ്ങളോട് നൽകിയ വാഗ്ദാനം, മൻ കി ബാത്ത് എന്ന വാക്കിന് യഥാർത്ഥത്തിലെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങളുടെ മനസ്സിലെ വികാരങ്ങളും വിക്ഷോഭങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. പാർലമെൻറ്റിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രീ ഡിഗ്രി ആയിരുന്നു പണ്ട് എങ്കിൽ ഇന്ന് +1 +2 ആണ്. +1 ക്രമക്കേടുകൾ മൂലം SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരമുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ എന്ത് സംഭവിക്കുന്നോ അതിൻ്റെ മിനിയേച്ചർ കേരളത്തിലും സംഭവിക്കുന്നതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ നയത്തിനെ വൈകല്യമാക്കാതെ കഴിവുറ്റ, മികവുറ്റ, തേജസ്സുറ്റ വ്യക്തികളെ വാർത്തെടുക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വേണ്ട സംവിധാനങ്ങൾ സുരക്ഷമാക്കി നിർമ്മിക്കണമെന്നും എല്ലാവിധ അരക്ഷിതാവസ്ഥയും നിർമ്മാർജ്ജനം ചെയ്യണമെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നു. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളെ വോട്ട് തന്ന് വിജയിപ്പിച്ച് ഭരിക്കാനായി ഉത്തരവാദപ്പെടുത്തി അയച്ച ജനങ്ങളുടെ അവകാശമാണ്. രാജ്യഭരണകാലത്ത് യഥാ രാജ തഥാ പ്രജയായിരുന്നുവെങ്കിൽ ഇന്ന് യഥാ പ്രജ തഥാ രാജയാണ്. കാരണം പ്രജയാണ് രാജാവ്. അത് ഓർമ്മ വേണം, ഓർമ്മിപ്പിക്കുന്നു.